ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? ഇതാണ് പനന്നൊങ്ക്. ഇതിൻ്റെ ഈ നേർത്ത ഭാഗമാണ് നമ്മൾ കഴിക്കാറ്. കരിക്കിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ പനന്നൊങ്കിനും. പക്ഷേ കരിക്കിൻ്റെ ഉള്ളിലുള്ള അത്രയും വെള്ളം ഈ നൊങ്കിനകത്തില്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇത് ഇങ്ങനെയും കഴിക്കാം, അതല്ല നമുക്ക് ജ്യൂസ് അടിച്ചും കുടിക്കാം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പനന്നൊങ്ക് ജ്യൂസാണേ. അതിനായിട്ട് ഈ പനന്നൊങ്കിൻ്റെ പുറത്തുള്ള നേർത്ത തൊലികളെല്ലാം ഉരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതിനി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് പനന്നൊങ്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് പാൽ ആദ്യം ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും 2-3 ഏലക്കയും കൂടി ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള അത്രയും പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പനന്നൊങ്ക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുടിക്കാം.